ഹായ്, എൻ്റെ പേര് ഷാഹിഫ. ഞാൻ ഫാർമസി ടെക്നീഷ്യൻ DHA കോഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചേർന്നപ്പോൾ തന്നെ എനിക്ക് നല്ലതായി തോന്നി. കാരണം ഈ ആപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ഒരു കോച്ചിങ് സെൻറ്ററിന്. അതായത് ഒരു 6 month ഡ്യൂറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു കുറച്ച് ലോങ് ഡ്യൂറേഷനാണ് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല അതിൽ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമുക്ക് വേണ്ട ടൈമിന് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ മാരീഡാണ്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ഉള്ള ഒരമ്മമാർക്ക് പറ്റിയൊരു ആപ്പാണ്. കാരണം നമുക്ക് കുട്ടിയുള്ളത് കാരണം ബാക്കി കോച്ചിങ് സെൻറ്ററൊക്കെ വെച്ച് നോക്കിയാൽ അവരൊരു ഓൺലൈൻ കോച്ചിങ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടൈമിലായിരിക്കും അവരൊക്കെ തരുന്നത്. അതായത് ഈ ദിവസം 8 മണിക്ക് ഓൺലൈനിൽ വരണം, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഈ ആപ്പ് കാരണം നമുക്ക് ഏത് ടൈം വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അതായത് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഏത് സമയം നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ കിട്ടും. അതെനിക്ക് ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയതാണ് ഈ ഒരു കോച്ചിങ്ങിൽ. മെഡ്വെഞ്ചറിനോട് താങ്ക്സ് പറയാനുള്ളത് എനിക്ക് അതാണ്. കാരണം നമുക്ക് വേണ്ട സമയത്ത് പഠിക്കാമല്ലോ. അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഒരു താങ്ക്സ് പറയാനുള്ളത് ഡോക്ടർ ആൻഡ്രൂ ജോൺ സാറിനോടാണ്. സാറിൻ്റെ ക്ലാസ് നല്ലതുപോലെ എനിക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്ന പോലത്തെ ഒരു ക്ലാസ്സാണ് സാറിൻ്റെത്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയത് ബേസിക് ക്ലാസ്സാണ്. ഞാൻ പഠിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ബേസിക് ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ട് വരും. അതായത് ഒരു ബേസിക് ക്ലാസ് ഒരു ചാപ്റ്റർ കേട്ടു, എന്നിട്ട് ഇതേ തന്നെ റിവൈസ് ചെയ്യും. നമുക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് ഒരു ബുക്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നല്ലോ. ഈ ക്ലാസ് ഒന്ന് കേട്ടതിന് ശേഷം ഈ ബുക്ക് ഒന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു തറവായി വരും. അതുപോലെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ബേസിക് ക്ലാസ്സൊക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ്, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇമ്പോർട്ടൻറ്റ് ഫയൽസൊക്കെ ആയാൽ തന്നെ കറക്റ്റ് അതിനെ വിശദീകരിച്ചിട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സാറുമാരും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ആയാലും കറക്റ്റ് അതായിട്ട് അതിന് ആൻസർ കീ ആയാലും ഒക്കെ നല്ല രീതിയിലാണ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു കോച്ചിങ് സെൻ്ററാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലായത്. പോലെ തന്നെ എൻ്റെ എക്സാം എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്ന്. പക്ഷെ അത്ര ടഫല്ല. എന്നാലും നമുക്ക് ഒന്ന് ചിന്തിച്ച് ഉത്തരം കൊടുക്കണമെന്നുള്ളൂ. പക്ഷേ ഞാൻ ഫോളോ ചെയ്ത രീതി എന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഫുള്ള് കറക്റ്റ് എഴുതി പോയി. ബാക്കിയുണ്ടല്ലോ കുറച്ച് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഫ്ലാഗ് ചെയ്തിട്ട് വെച്ചാൽ നമുക്ക് അതിന് കുറച്ച് ടൈം കിട്ടും. ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചിന്തിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് കാൽക്കുലേഷൻസൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ലാസ്റ്റ് അത് ഫ്ലാഗ് ചെയ്തിട്ട് വെച്ച് അത് ആൻസർ ചെയ്ത് കൊണ്ട് പോയാൽ മതി. പക്ഷേ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് പോയതേ ഉള്ളൂ. കാരണം നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അപ്പോൾ തന്നെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ ഒന്നുകൂടി ഒന്ന് റീസെറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അഡ്വെഞ്ചറിൽ നമുക്ക് പഠിപ്പിച്ചത് തന്നെയാണ്. ഓരോരോ ഫയലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തറോ ചെയ്താൽ തന്നെ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തെന്നായിപ്പോയി. ആൻഡ് ആൾസോ എനിക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ മെൻറ്ററായ റയഹാന മാമിനോടാണ്. മാം ഏത് ടൈമിനും എന്ത് ഡൗട്ട് ചോദിച്ചാലും എനിക്ക് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അതായത് ലാസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ മാമിനോട് ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര നെർവസായിരുന്നു എക്സാം എഴുതാൻ പോകാൻ. ബട്ട് ഓൾ താങ്ക്സ് ടു മെഡ്വെഞ്ചർ. എൻ്റെ എക്സാം ഇത്ര ഈസി ആൻഡ് ഞാൻ വിചാരിച്ചതിനേക്കാൾ പെർസെൻറ്റേജ് എനിക്ക് കിട്ടി. 77% ഞാൻ പാസ്സായത്. അതും ഫസ്റ്റ് അറ്റംപ്റ്റിലൂടെ പാസ്സാവുക. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ, കുറച്ച് എക്സ്പെൻസീവും എക്സാമും വന്നപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഓൾ താങ്ക്സ് ടു മെഡ്വെഞ്ചർ ഫോർ ദിസ് അച്ചീവ്മെൻറ്റ്. താങ്ക് യു.